അപ്പോൾ ഇത് കണ്ടോ, ഇത് പണ്ട് ഒരുപാട് കഴിച്ചിട്ടുള്ള ഐറ്റാണ് കേട്ടോ. കുലാവി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സിമ്പിളാണ്, മൈദ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കണേ ഉള്ളൂ. അതുപോലെ ശർക്കരയും തേങ്ങയൊക്കെ ഏലക്കായൊക്കെ ഇട്ടിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, പണ്ട് ഞങ്ങൾ പായസം വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ അതുമല്ല, ഇവിടെ ഞങ്ങളാകുമ്പാടത്ത് അങ്ങാടിയിൽ ഇതിൻ്റെ ഒരു കട തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, കുലാവിൻ്റെ കട. അത് വൈകുന്നേരം ഞങ്ങൾ തിയേറ്ററിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ അവിടെ പോയിട്ട് കുടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിത് അമ്മ ഉണ്ടാക്കി തന്നതിലേറെ കൂടുതൽ ഉണ്ടാക്കി തന്നിട്ടുള്ള എൻ്റെ ഏട്ടനായിരുന്നു കേട്ടോ. ഞാൻ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഏട്ടന് ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ടത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടാലോ? ബാ. ഫസ്റ്റ് നമുക്കിതാ മൈദ ഇതുപോലെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് ഇതാന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലാച്ചാൽ കട്ട പിടിക്കും. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നല്ലപോലെ രണ്ടൊന്ന് മൈദ ഒന്ന് വെന്ത് വരണ വരെയുള്ളൂ. അതൊന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഇട്ട് കൊടുത്തു, കൂട്ടത്തിൽ ഏലക്കായും കൂടി ചതച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, വളരെ സിമ്പിളാണ്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ബൈ.